വെൽക്കം ബാക്ക് ടു അജീസ് ക്രിയേഷൻ. ഇന്ന് കുരിശപ്പം, ഇണ്ടറിയപ്പം എന്നൊക്കെ വിളിക്കുന്ന പെസഹ അപ്പം ഉണ്ടാക്കുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് പല നാടിലും പല തരത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇതിന് ബൈബിളിൽ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്ന 2 കണ്ടീഷനേ ഉള്ളൂ. കുളിച്ച് ശുദ്ധമായിരിക്കണം, രണ്ടാമത് പുളിയാത്ത അപ്പം ആയിരിക്കണം. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ, അതായത് തൊടുപുഴ, കോട്ടയം, പാല, കാഞ്ഞിരപ്പള്ളി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ അപ്പം പുഴുങ്ങിയാണ്, ആവിയിൽ പുഴുങ്ങിയാണ് എടുക്കുന്നത്. എന്നാൽ ചില സ്ഥലങ്ങളിലോട്ട് ഇത് ചുട്ടാണ് എടുക്കുന്നത്. ഞാൻ ഇവിടെ കാണിക്കുന്നത് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന രീതിയാണ്. എന്നാൽ നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ? വേഗം വീഡിയോയിലോട്ട് പോകാം. ഇണ്ടറിയപ്പം അല്ലെങ്കിൽ കുരിശപ്പം, ഇത് മിക്സ് ചെയ്യാൻ ഞാനിവിടെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അരയ്ക്കാനുള്ള സാധനങ്ങൾ കാണിക്കാം. ഈ കപ്പിന് 1 കപ്പ് തേങ്ങ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 1 കപ്പോട് കൂട്ടി 2 കപ്പ് തേങ്ങ. അരിപ്പൊടി സെയിം സൈസിലുള്ള കപ്പിന് 2 കപ്പ്. 1 കപ്പ് ഉഴുന്ന്, 1 വലിയ സ്പൂൺ ജീരകം, 3 വെളുത്തുള്ളി, 2 ചുമന്നുള്ളി, ആവശ്യത്തിന് ഉപ്പ്. ഈ ഉഴുന്ന് ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്ത് എടുത്തിട്ടാണ് കുതിർത്തി അരയ്ക്കുന്നത്. കാരണം ഇത് പുളിക്കാത്ത അപ്പമല്ലേ, മിച്ചം വന്നാൽ വേഗം കേടാകാതിരിക്കാനും മോർ ടേസ്റ്റി ആകാനും ഉഴുന്ന് ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് പിടികിട്ടിയല്ലോ. 2 കപ്പ് അരിപ്പൊടി, 2 കപ്പ് തേങ്ങ, 1 കപ്പ് ഉഴുന്ന്, 2 ചുവന്നുള്ളി, 3 വെളുത്തുള്ളി, 1 വലിയ സ്പൂൺ ജീരകം, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇത് വറുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തി ബാക്കി തേങ്ങയും സാധനങ്ങളും എല്ലാം ചേർത്ത് അരച്ചെടുക്കണം. അതിനെ കാണിച്ചു തരാം. ആദ്യം കാണിച്ച സാധനങ്ങളെല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുവാണ്. നമ്മുടെ വറുത്ത ഉഴുന്ന്, തേങ്ങ, ഉള്ളി, വെളുത്തുള്ളി, ജീരകം ഇതെല്ലാം കൂടെ അരച്ചത് നമ്മുടെ അരിപ്പൊടിയിലോട്ട് ചേർത്ത് മിക്സ് ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുരിശപ്പം വിണ്ട് കീറാതിരിക്കാൻ വേണ്ടി ഇച്ചിരി എക്സ്ട്രാ വെള്ളം ചേർത്ത് കുരിശും വെച്ച് ചുട്ടെടുക്കുക. കുരിശപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചു. അതിൽ ഒരു അപ്പച്ചമ്പിൻ്റെ തട്ട് വെച്ചേച്ച് സിൽവർ ഫോയിൽ വെച്ചു. നാട്ടിലിത് വാഴയിലയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മുടെ മിക്സ് ഒഴിക്കുവാണ്. മിക്സ് ഒഴിച്ചു. ഇനി ഞാൻ കുരുത്തോല മാവ് കോരി ഒഴിച്ച് കുരുത്തോല കുരിശാകൃതിയിൽ വെച്ചു. കണ്ടല്ലോ. ഇനി ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. കുരിശപ്പം ഇവിടെ റെഡിയായിരിക്കുന്നു. കണ്ടല്ലോ. അപ്പം ഉണ്ടാക്കുമ്പോൾ വിണ്ട് കീറാതിരിക്കാനായിട്ട്, വിണ്ട് കീറുന്നത് ഐശ്വര്യക്കേടാണെന്നാണ് കാരണവന്മാർ പറയുന്നത്. വിണ്ട് കീറാതിരിക്കാനായിട്ട്
ശകലം വെള്ളം കൂടുതൽ ചേർത്ത് ഉണ്ടാക്കിയാൽ മതി. നിങ്ങളിതിൽ ബ്രൗൺ കളറിൽ കാണുന്നത് ജീരകം ആണ്. എല്ലാവരും ഉണ്ടാക്കിയേച്ച് അഭിപ്രായം പറ കേട്ടോ. ഇനി നമ്മൾക്ക് പെസഹ പാല്, അത് ജീസസിൻ്റെ ബ്ലഡാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. ഞാനിവിടെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, വേസ്റ്റ് ആക്കാൻ പറ്റാത്തതുകൊണ്ട്. 1/2 കപ്പ് ശർക്കര, അത് ഉരുക്കി അരിച്ച് എടുത്തത്. 1/2 കപ്പ് തേങ്ങാപ്പാൽ, ഒരു 2 സ്പൂണ് അരിപ്പൊടി, 2 ഏലക്ക, ശകലം ചുക്ക്, ഓഫ് കോഴ്സ് കുരുത്തോല. ഇത്രയും സാധനം മതി. ഇതിനി ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. പാൻ വെച്ചു, സ്റ്റൗ ഓണാക്കി, ശർക്കര പാനി ഒഴിച്ചു, തേങ്ങാപ്പാൽ ഒഴിച്ചു, അരിപ്പൊടി ചേർത്തു, ചുക്കും ഏലക്കായും ഞാൻ ഓൾറെഡി ഇതിനകത്ത് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് കൈയെടുക്കാതെ തീ കുറച്ച് വെച്ച് ഇളക്കി വേവിക്കണം. കട്ട കെട്ടാതെ വേവിച്ചെടുക്കണം. കുരുത്തോലയും കൂടെ ഇട്ട് വേണം വേവിക്കാൻ. ഇവിടെ കുരിശപ്പം പാല് റെഡിയായിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് അജീസ് ക്രിയേഷൻ.